നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ചേച്ചി, കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നിമിഷപ്രിയ തന്നെയാണ് ചർച്ച. കാരണം നിമിഷപ്രിയ ചർച്ചയായുള്ള കാരണം 16-ാം തീയതി ഈ പറയുന്നത് പോലെ വധശിക്ഷ നടപ്പിലാക്കാനുള്ള ഓർഡർ പുറത്തിറങ്ങി കഴിഞ്ഞു. ചാണ്ടി ഉമ്മൻ വളരെ ഗൗരവത്തിൽ തന്നെ ആത്മാർത്ഥമായി നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇടപെടുന്നുണ്ട്. രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഇടപെടുന്നുണ്ട്. പലപ്പോഴും ചാണ്ടി ഉമ്മൻ ഒഴിച്ചു നിർത്തിയാൽ പല രാഷ്ട്രീയ നേതൃത്വവും ഏറ്റവും അവസാന ഘട്ടത്തിലാണ് ചാടി ഇറങ്ങിയത് എന്ന് നമുക്ക് നിസ്സംശയം പറയാവുന്ന കാര്യവുമാണ്. ഇപ്പോൾ UAE-യിലുള്ള റഹീമിൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെ പെട്ടെന്ന് ഇടപെട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു. അടുത്ത വർഷം പുറത്തിറങ്ങാനിരിക്കുകയാണ്. നിമിഷപ്രിയയുടെ കാര്യത്തിൽ മാത്രം എന്താണ് ഒന്നും ചെയ്യാൻ കഴിയാത്തത്, അല്ലെങ്കിൽ നിമിഷപ്രിയയുടെ ഭാവി എന്താകുമെന്നൊരു വലിയ ചോദ്യം നിലനിൽക്കുന്നത്. അതിനിടയിൽ നിമിഷപ്രിയയെ ഇങ്ങനെ അനുകൂലിക്കണോ, അല്ലെങ്കിൽ നിമിഷപ്രിയയെ എന്തിനാണ് നമ്മളിങ്ങനെ പിന്താങ്ങുന്നത് എന്ന തരത്തിലുള്ള ചർച്ചയും നടക്കുന്നുണ്ട്. ചേച്ചിക്ക് എന്തായി തോന്നുന്നില്ല? അല്ല, ഇപ്പോൾ ദയാധനം നൽകി മോചനത്തിനാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ എല്ലാവരും പറയും ഇത് യമനിലാണ്, അറബ് രാജ്യങ്ങളിലെല്ലാം നിയമം വളരെ കർശനമാണ് എന്ന് പറയും. ഞാൻ ഭർത്തനോടൊന്ന് ചോദിക്കട്ടെ, ഒരു കൊലപാതക കുറ്റം, അപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിലും വധശിക്ഷ വിധിച്ചിട്ടുള്ള കേസുകളുണ്ട്. വധശിക്ഷ വിധിച്ചു എന്നിരിക്കട്ടെ, നമ്മുടെ നിയമം അനുസരിച്ച് വധശിക്ഷ വിധിച്ചു. നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ച് ആരാണോ കൊല്ലപ്പെട്ടത് ആ ആളിൻ്റെ കുടുംബം ക്ഷമിക്കാൻ തയ്യാറായാൽ ആ ശിക്ഷയിൽ ഇളവ് കിട്ടോ? ഇവിടെ നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് കിട്ടില്ല. കിട്ടില്ല. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ ആ നിമിഷപ്രിയയെ ആ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ ആ കൊല്ലപ്പെട്ട ആളിന്റെ കുടുംബം നിമിഷപ്രിയയോട് ഈ ദയാധനം വാങ്ങി ക്ഷമിക്കണം, എങ്കിൽ ആ വധശിക്ഷയിൽ നിന്നും അവർക്ക് മോചനം കിട്ടുമെന്നാണ്. അപ്പൊ ഇതുകൊണ്ട് തന്നെ ഈ സോഷ്യൽ മീഡിയ ആണല്ലോ നമ്മുടെ ആൾക്കാരുടെ അഭിപ്രായം വരുന്ന പ്രധാനപ്പെട്ട ഇടം. അവിടെ ഈ പലരും നിമിഷപ്രിയയ്ക്ക് വേണ്ടി എന്തിനാണ് ഇത്ര റിസ്ക് എടുക്കുന്നത്? കാരണം അവരുടെ ഒരു സ്റ്റോറി നമ്മൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ മനസ്സിലാകും, ഇവർ അവിടെ പോയി അവർക്ക് അവിടെ ലാബ് തുടങ്ങാനുള്ള സൗകര്യങ്ങൾ അവിടുത്തെ തദ്ദേശവാസിയായ ഇയാൾ ചെയ്തു കൊടുക്കുന്നു എന്നതാണ്. അപ്പോൾ ഇയാളുടെ ഭർത്താവും ഇതിൽ ഇൻവോൾവ് ആയിരുന്നു. അപ്പോൾ അയാളെ നിമിഷപ്രിയയെ ലൈംഗികമായി ഒരുപാട് ബ്രൂട്ടലി ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. ഇപ്പോൾ അവർ അതിനെതിരെ പരാതിയും കൊടുത്തിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, അവർ ചെയ്ത ആ കൃത്യം എത്ര ക്രൂരമാണെന്ന് ആലോചിച്ച് നോക്കൂ. വേണമെങ്കിൽ അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാമായിരുന്നു എന്ന് നമുക്ക് പറയാം. അവരെന്തൊക്കെയാണ് ഫേസ് ചെയ്തതെന്ന് നമുക്കറിയില്ല. എന്നാലും പൊതുവെ നമ്മളൊരു സാധാരണ മനുഷ്യരായിട്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരാളെ കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിനകത്ത് നിക്ഷേപിക്കുകയായിരുന്നു ചെയ്തത്. എന്നിട്ട് അവരുടെ ഒരു സഹായം ഉണ്ടായിരുന്നു. രണ്ടുപേരും കൂടെ രക്ഷപ്പെടാൻ പ്ലാൻ ചെയ്യുന്ന അയാളെ കൊന്നു കഴിഞ്ഞിട്ട്. പക്ഷെ ഈ കൊന്നു കഴിയുമ്പോൾ അയാളുടെ സ്വത്തെല്ലാം അടിച്ചുകൊണ്ട് പോകാൻ ആയിരിക്കില്ലേ ശ്രമിച്ചത് എന്നൊരു ആലോചനയാണ് ഈ പലരും പങ്കുവെക്കുന്നത്. ശരിക്കും അവർ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ ശിക്ഷ ലഭിക്കണമെന്നാണ് പറയുന്നത്. നമ്മൾ തന്നെ ആയാലും ശരി, വേറൊരു രാജ്യത്ത് പോയി അവിടെ ജീവിക്കുമ്പോൾ അവിടുത്തെ നിയമങ്ങൾ പാലിക്കണം. ഇന്ത്യയിൽ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് ഇന്ത്യൻ നിയമം പാലിക്കാതെ ഇവിടെ ജീവിക്കാൻ കഴിയുമോ? ഇവിടെ വെച്ചൊരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ചുള്ള ശിക്ഷ അവർ അനുഭവിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും. പക്ഷെ ഞാൻ അതിൽ ചോദിക്കുന്നത്, അത് മറുഭാഗം കൂടി നമ്മൾ കാണണ്ടേ എന്നുള്ളതാണ്. അതായത് നിമിഷപ്രിയ അവിടെ അനുഭവിച്ചിട്ടുള്ള ക്രൂരതകൾ, പ്രശ്നങ്ങൾ, അവരുടെ ഒരു ബിസിനസ് പങ്കാളിയായി ഒരാളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. അവിടെ അവരെ ലൈംഗിക അടിമയാക്കി വെച്ചിട്ട് ലൈംഗികപരമായി ക്രൂരമായി ഉപയോഗിക്കുന്നു. അതായത് ഒരു പെൺകുട്ടിക്ക് ഏറ്റവും കൂടുതൽ നേരിടേണ്ടി വരുന്ന പ്രശ്നം എന്താണ്? അവരുടെ മാനത്തിന് നേരെ വരുന്ന വെല്ലുവിളികളാണ്, അല്ലെങ്കിൽ പ്രശ്നങ്ങളാണ്. ഒരു കാര്യം ചെയ്തിട്ട്, ഒരു പുരുഷൻ നമ്മുടെ ബന്ധുക്കളെ പോലും, അടുത്ത ബന്ധുക്കളെ പോലും, അല്ലെങ്കിൽ വർഷങ്ങൾ അറിയുന്നവരെ പോലും നമുക്കങ്ങനെ വിശ്വസിക്കാൻ കഴിയില്ല. ഒരു സ്ത്രീക്ക് ഒരു പുരുഷൻ ഒരു സഹായം, യാതൊരു മറ്റു ബെനിഫിറ്റൊന്നും ഇല്ലാതെ സഹായം വാഗ്ദാനം ചെയ്യുമ്പോൾ വെറുതെ ആരെങ്കിലും ചെയ്യുമെന്ന് കരുതുന്നുണ്ടോ? നോർമലി ചിന്തിക്കുക. അല്ല, ഇത് നമ്മൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ശരിയാണെന്ന് കരുതും. പക്ഷെ അത്തരം ചിന്തകൾ വെച്ചുകൊണ്ട് ഒരു സ്ത്രീക്ക് എങ്ങനെയാണ് ഈ പുതിയ കാലത്ത് ഒരു ജോലിയിൽ പ്രവേശിക്കാനാവുക എന്നുള്ളൊരു ചോദ്യമല്ലേ? നമ്മളൊരു കമ്പനിയിൽ പോയാൽ, നമ്മളൊരു പുറത്തെവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എല്ലാവരുടെയും മീൻസ് നമ്മുടെ ബന്ധുക്കളല്ലാത്ത പുരുഷന്മാരുടെയൊക്കെ ഉദ്ദേശം എന്തായിരിക്കും എന്നുള്ളത് സ്വാഭാവികമായി വരുന്ന ചർച്ചകളാണ്. ഞാൻ ഈ പറയുന്നത് പുരുഷന്മാരെ അടച്ചാക്ഷേപിക്കാൻ പറഞ്ഞതല്ല. അല്ല, എനിക്കത് മനസ്സിലായി. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സ്ത്രീക്ക് സഹായം ചെയ്യുമ്പോൾ ഒരു ബെനിഫിറ്റും ഇല്ലാതെ അങ്ങനെ ചെയ്യോ? അല്ല, ഇത് തന്നെയാണ് നമ്മുടെ ആളുകൾ പറയുന്നത്. നിങ്ങൾ പുറത്തിറങ്ങണം, നിങ്ങൾ സ്ത്രീകൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്, നിങ്ങളിങ്ങനെ യൂസ് ചെയ്യപ്പെടും എന്ന് പറയുന്നുണ്ടല്ലോ. ആവശ്യമില്ലാത്ത ഔദാര്യങ്ങൾ സ്വീകരിക്കാതിരിക്കുക. അല്ല, ഔദാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുമിച്ചൊരു ബിസിനസ് ചെയ്യുന്നു. ബിസിനസ് ചെയ്യുന്നതിനിടയ്ക്ക് ഞാൻ എന്തെങ്കിലും തരത്തിലൊരു വൃത്തികെട്ട പ്രവൃത്തി ചെയ്യുകയാണ്, ഞാൻ ഭീഷണിപ്പെടുത്തിയിട്ട് നിരന്തരമായി ഒരാളെ ഉപയോഗിക്കുകയാണെങ്കിൽ അയാൾക്ക് ഒരു നിവൃത്തിയുമില്ല, അത് പുറത്ത് പറയുന്ന നിവൃത്തിയില്ല. മറ്റൊരു രാജ്യത്താണുള്ളത്, നമ്മുടെ രാജ്യം
സുരക്ഷിതമല്ല, അവിടെ അറബി രാജ്യമാണ്, അവരുടെ രാജ്യമാണ്, അവർക്ക് കൂടുതൽ പിടിപാടുകളുണ്ട്, ഞാൻ അവിടെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു അവസരത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നു. പക്ഷേ ഇവിടെ നോക്കൂ, ഇവിടെ നിമിഷപ്രിയ അവിടെ പരാതി കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതായത് അവിടെ പരാതി രേഖാമൂലം എഴുതി കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. പിന്നെ നിമിഷപ്രിയക്കെതിരെ വന്ന ഒരു പിന്നെ എന്താണ് അലിഗേഷൻ എന്ന് പറയുന്നത്, ഇവരുടെ സ്വത്ത് തട്ടിയെടുക്കാനായിരുന്നു ഈ കൊലപാതകം നടത്തിയത് എന്നുള്ള നിലക്കുള്ള ഒരു കാര്യം വരുന്നുണ്ട്. പക്ഷെ അത്തരത്തിൽ എന്തെങ്കിലും ശ്രമം നടത്തിയതായിട്ട് നമുക്കറിയില്ല. അവിടെ ഏതെങ്കിലും തരത്തിൽ അയാൾ കൊണ്ട് ഒപ്പിട്ട് വാങ്ങി അല്ലെങ്കിൽ ആ സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തു എന്നുള്ള ഒരു കാര്യവും നമുക്കറിയില്ല. അവിടെ യമൻ കോടതി പരിഗണിച്ച വിഷയം എന്ന് പറയുന്നത്, ഒന്ന് അവിടെ അറബി നിയമങ്ങളാണുള്ളത്. അപ്പോൾ അവരുടെ പൗരനെ മറ്റൊരു വിദേശ രാജ്യത്തുള്ള ഒരു പൗര കൊലപ്പെടുത്തി, അത് തന്നെ അവിടെ ഭീകരമായ കുറ്റമാണ്, അവർക്കൊരു ഇളവും നൽകില്ല. രണ്ടാമത്തത് ഇവരുടെ പിന്നെ എന്താണ് ഈ കൊന്ന രീതിയെ ഞാൻ ഒരിക്കലും പിന്നെ ശരിയാണെന്ന് ഞാൻ പറയില്ല. കൊന്നതേ ശരിയാണ്, കൊന്നതേ ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്താണ് ഈ ഒരാളെ കൊല്ലുന്നു, എന്നിട്ട് കഷ്ണങ്ങളാക്കുന്നു, വാട്ടർ ടാങ്കിൽ വെക്കുന്നു, പിന്നീട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഇതാണ് നിമിഷപ്രിയക്കെതിരെ വന്ന ഗുരുതരമായ കുറ്റവും ആരോപണവും. പക്ഷേ ഗത്യന്തരമില്ലെങ്കിൽ സ്ത്രീകൾ എന്താണ് ചെയ്യേണ്ടത്? അതായത് പുരുഷനെ കൊല്ലണം എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ ഒരിക്കലും അതിനെ കൊണ്ട് കേരള പേരെ പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ ഈ പറയുന്ന പോലെ വിഷമൊക്കെ കൊടുത്തു പോകും, അങ്ങനെ ഒരിക്കലും ഞാൻ പറയില്ല, അങ്ങനെ ചെയ്യണമെന്നും പറയുന്നില്ല. പക്ഷേ ഇവിടെ നിമിഷപ്രിയ ചെയ്തു പോയത് ഇത്തരത്തിൽ ക്രൂരമായി, ഇപ്പം നമ്മൾ ഒരാളെ റേപ്പ് ചെയ്യാൻ പോകുന്ന പുരുഷനെ ഒരു സ്ത്രീ അടിച്ചു കൊന്നാലും അത് എന്തോ മഹാപാതകമാണ് എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കില്ല. പക്ഷേ ഒരു പുരുഷനെ പ്രണയിച്ചിട്ട് അവനെ ഒഴിവാക്കാൻ വേണ്ടി വിഷം കൊടുക്കുന്നത് നല്ലതാണ് എന്ന് KR മീര പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. അങ്ങനെ ഉണ്ടല്ലോ, ഇവിടെ നേരെ സിറ്റുവേഷൻ രണ്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പം ഇത് കേരളത്തിലും വലിയ പൊളിറ്റിക്കൽ വിഷയമായി മാറിയിട്ടുണ്ട്. ചേച്ചിയുടെ അഭിപ്രായത്തെ ഞാൻ ബഹുമാനിക്കുന്നു. അതുപോലെ ഞാൻ എൻ്റെ അഭിപ്രായം അങ്ങനെയാണ് എന്നല്ല പറഞ്ഞത്. സോഷ്യൽ മീഡിയയിൽ ഈ പലതരത്തിലുള്ള കമന്റുകൾ വരുന്നു. ആ കമന്റുകളുടെ സാധ്യത എന്താണ്, അത് എന്തുകൊണ്ടാണ് ആൾക്കാർക്ക് അങ്ങനെ ചിന്തിക്കാൻ ആൾക്കാർ പ്രേരിതരാകുന്നു എന്നുള്ള കാര്യം എനിക്കൊരിക്കലും അങ്ങനെ ഞാൻ എൻ്റെ അഭിപ്രായമായിട്ടല്ല ഞാൻ പറയുന്നത്. മനസ്സിലായി. അപ്പോൾ ഇവിടെയുള്ള ഒരു പൊളിറ്റിക്സ് എന്ന് പറയുന്നത്, ഇപ്പം എന്താ, ഒരു മുസ്ലിമിനെ ഹിന്ദു കൊന്നു, ഒരു മുസ്ലിം ആയിട്ടുള്ള ഥലാലിനെ നിമിഷപ്രിയ എന്ന് പറയുന്ന ഹിന്ദു കൊന്നു, ഇവളെ എന്തിനാണ് നിങ്ങൾ അനുകൂലിക്കാൻ പോകുന്നത്, ഇവളെ എന്തിനാണ് നിങ്ങൾ പിന്നെ ഇങ്ങനെ ആനയിക്കുന്നത്? റഹീം അറിയാതെ അടിച്ചു പോയപ്പോൾ ഒരു കുട്ടി മരിച്ചതല്ലേ? റഹീം എങ്ങനെയായിരുന്നു ആ കുട്ടിയെ അടിച്ചത്? ഇപ്പം റഹീമിനെ മോചിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. 20 കൊല്ലമാക്കി ശിക്ഷ കുറച്ചിട്ടുണ്ട്. അടുത്ത കൊല്ലം അയാൾ തിരിച്ചു വരട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഈ 1 കോടി രൂപ കൊടുക്കുന്നതിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അയാളുടെ പ്രവൃത്തി എന്ന് പറയുന്നത് നിരന്തരമായി കുഞ്ഞിനെ അടിക്കുന്നൊരു പ്രവൃത്തി ഉണ്ടായിരുന്നു എന്ന് പ്രോസിക്യൂഷൻ അവിടെ തെളിയിച്ചത് കൊണ്ടാണ് ഈ പറയുന്ന റഹീമിന് ഒരു മതപരമായ ഒരു എന്താണ് ഇടപെടലാണ് ഈ അഭിപ്രായങ്ങളിലുള്ളത് എന്നാണോ പാർത്ഥന്റെ? അല്ല, അങ്ങനെയല്ല. മതപരമായിട്ടുള്ള ഒരു എന്താണ്, ഇപ്പം അറബി രാജ്യങ്ങളിൽ മതപരമായ ഒരു ആനുകൂല്യം പോലും ആർക്ക് ലഭിച്ചില്ല? ഈ റഹീമിന് ലഭിച്ചില്ല. അതെന്താണ്? അത് ലഭിക്കാതിരുന്നത് അവിടെ പ്രോസിക്യൂഷൻ കോടതിയിൽ തെളിയിച്ചു, ഈ കുഞ്ഞിനെ ഒന്നിൽ കൂടുതൽ തവണ ഇയാൾ തല്ലുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ അവിടെ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരുന്നു. അതുകൊണ്ടാണ് അത്തരത്തിലൊരു വിധിയിലേക്ക് പ്രോസിക്യൂഷൻ പോയത്. ഇവിടെ നിമിഷപ്രിയയുടെ കാര്യത്തിൽ പ്രതിഭാഗം അവിടെ വാദിച്ച കാര്യം എന്ന് പറയുന്നത്, ഇത്രയും ക്രൂരത നിറഞ്ഞൊരു പെരുമാറ്റം ഇയാളിൽ നിന്നുണ്ടാകുന്നു, തലാൽ ഒരു ഭീകരനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു, ആ അവസാനം അതെല്ലാം സഹിച്ച് രക്ഷയില്ലാത്തൊരവസരത്തിൽ ഇങ്ങനെ ഒരു ചെയ്തതാണ്. ചിലപ്പോൾ അവരുടെ മാനസിക നില തന്നെ വേറൊരു തലത്തിലേക്ക് പോയിട്ടുണ്ടാവാം എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ഇവർ പരാതി കൊടുത്തിരുന്നു എന്നും പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, പരാതി കൊടുത്തിരുന്നു, ആ പരാതിയിൽ ഒരു നടപടിയായില്ല, പിന്നെ അവസാനം ഇയാൾ മരിച്ചു കഴിയുമ്പോൾ, ഇയാൾ കൊല്ലപ്പെട്ട് കഴിയുമ്പോൾ വീണ്ടും അന്വേഷണം നടക്കുമ്പോൾ ഇവർ പറയുന്നുണ്ട് ഇവരെ ലൈംഗികമായി അയാൾ ഉപദ്രവിച്ചിരുന്നു എന്ന് പറയുമ്പോൾ അതിനുള്ള പരിശോധനകൾ നടത്തില്ലേ അവിടെ? അല്ല, അതാണ് അവിടെ എന്ത് സംഭവിച്ചു എന്നാണ് നമുക്ക് ഒന്ന്, അവിടെ ഇയാൾക്ക് എന്തെങ്കിലും പിടിപാടുണ്ടായിരുന്നോ? അയാളുടെ ഈ രാജ്യത്ത് അയാളുടെ പിന്നെ എന്താണ് മദർഹുഡാണല്ലോ, മദർ നേഷൻ ആണല്ലോ. അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത്, അവിടെ എന്താണ് അവരുമായി ബന്ധപ്പെട്ട് നടന്നത് നമുക്കറിയില്ല. അയാളുടെ ഭാഗത്തു നിന്നായിരിക്കുമല്ലോ അവർ ചിന്തിക്കുന്നത്. മേ ബി ഒരു പക്ഷേ നമുക്കറിയില്ല. പക്ഷേ കുറച്ചും കൂടെ ഞാൻ പറയുന്നു, ഈ അറബ് രാഷ്ട്രങ്ങളിൽ, അറേബ്യൻ രാജ്യങ്ങൾ, ഇപ്പം ഗൾഫ് രാഷ്ട്രങ്ങളിലൊക്കെ അങ്ങനെ പുരുഷൻ്റെയോ സ്ത്രീയുടെയോ ഭാഗത്ത് നിയമം നിൽക്കാറില്ല. ആരാണോ തെറ്റിയത് അവരുടെ ഭാഗത്താണ്. കർശനമായ നിയമമാണ് അവിടെ പാസ്സാക്കുന്നത്. ഇപ്പോൾ കൊലപാതകമാണ് അല്ലെങ്കിൽ പിന്നെ കഴുത്ത് വെട്ടിക്കളയലാണ് എന്നൊക്കെ പറയുമ്പോഴും അവിടെ കുറ്റകൃത്യങ്ങൾ വളരെ കുറയുന്നതിൻ്റെ കാരണം എന്താണ്? ഈ പറയുന്ന കർശനമായ നിയമവ്യവസ്ഥകൾ അവിടെ ഉള്ളത് കൊണ്ടാണ്. അവിടെ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ കൈവെക്കാൻ പുരുഷൻ മടിക്കില്ല, മടിക്കും. എന്താ ധൈര്യപ്പെടില്ല, ആ കൈ അവിടെ ഉണ്ടാവില്ല എന്നുള്ള ധാരണ കൊണ്ടാണ്. എന്നിട്ടും കുറ്റകൃത്യങ്ങൾ വരുന്നു, അവിടെ കൈവെട്ടലുണ്ട്. പക്ഷെ നോർമലി നമ്മുടെ ഇന്ത്യയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ, ബ്രിട്ടനെ സംബന്ധിച്ച് നോക്കുമ്പോൾ, മറ്റ് ഓസ്ട്രേലിയൻ രാജ്യങ്ങളെ സംബന്ധിച്ച്, യൂറോപ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അറേബ്യയിൽ ഒരുപാട് കുറവാണ്, ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഒരുപാട് കുറവാണ്. എന്താണത്? അവരുടെ നിയമം തന്നെയാണ്. ആ നിയമത്തെ ഒരിക്കലും ഞാൻ കുറ്റം പറയുന്നില്ല. ശക്തമായ തെളിവുകളുണ്ടെങ്കിൽ അവരത് വിധിക്കുകയുമുള്ളൂ. പക്ഷേ ഇപ്പുറത്ത് നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഒരു പെൺകുട്ടി ഇവിടം വിട്ട് വിദേശത്ത് പോയി നിൽക്കണമെങ്കിൽ, യമൻ പോലൊരു രാജ്യത്ത് പോയി നിൽക്കണമെങ്കിൽ ആ കുട്ടിക്ക് എത്രമാത്രം
എന്താണ് ദാരിദ്ര്യം ഉണ്ടായിരിക്കും എന്ന് നമ്മൾ ആലോചിക്കണ്ടേ? അല്ല, പക്ഷെ അവിടെ ജോലി ചെയ്തിരുന്ന നിമിഷപ്രിയ പിന്നെ അവിടെ ഒരു സ്ഥാപനം തുടങ്ങാൻ ആരംഭിക്കുകയാണ്. അപ്പൊ സ്ഥാപനം തുടങ്ങാൻ ആരംഭിക്കുമ്പോൾ എന്തായാലും അവിടെ ജോലി ചെയ്യുന്ന കാലയളവിൽ ആ രാജ്യത്തെക്കുറിച്ചും അവിടുത്തെ നിയമങ്ങളെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാവേണ്ടതല്ലേ? ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ അവിടെയുള്ള ആൾക്കാർ, അപ്പോൾ ഈ ആളുമായി പെട്ടെന്ന് ഒരു ദിവസം കുറച്ച് ദിവസം സംസാരിച്ചതിന് ശേഷം പെട്ടെന്ന് അടുത്തൊരു പാർട്ട്ണർഷിപ്പിൽ ഒരു സ്ഥാപനം തുടങ്ങുന്നതായിരിക്കുമോ? ഇല്ല, ആളെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവണ്ടേ? അതും അറിയാത്ത ഒരാളാണ്. എനിക്ക് തോന്നുന്നു ആ ആളും നിമിഷപ്രിയയുടെ ഭർത്താവുമായിട്ടെല്ലാം കോണ്ടാക്ട് ഉണ്ടായിട്ടുള്ളതാണ്. അവർ കുടുംബപരമായി തന്നെ അടുപ്പം സ്ഥാപിച്ചതിന് ശേഷമാണ് ഇത്തരം പരാതികൾ ഉയർന്നിട്ടുള്ളത്. അപ്പം ആ പരാതികളിൽ എത്രത്തോളം കഴമ്പുണ്ട് എന്നുള്ള കാര്യവും ചിന്തിക്കേണ്ടതാണ്. അതായത് നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോയി ബിസിനസ് ഒരു തൊഴിലാളിയായി പോകുന്നു, അതിനുശേഷം അവിടെ ബിസിനസ് സ്ഥാപനം തന്നെ ആരംഭിക്കുകയാണ്. അപ്പോൾ അയാളെ പാർട്ണറാക്കുകയാണ്. അയാൾ എന്തിന് നിമിഷപ്രിയയെ പാർട്ണറാക്കണം എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. അതായത് വെറുതെ പോകുന്ന ഒരാളെ, കാരണം അവിടെ സ്ഥാപനം തുടങ്ങണമെങ്കിൽ തദ്ദേശവാസിയായ ഒരാളുടെ സപ്പോർട്ട് ഇല്ലാതെ തുടങ്ങാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇയാളുടെ സഹായം നിമിഷപ്രിയ സ്വീകരിച്ചത്. അപ്പൊ സ്വീകരിക്കുമ്പോൾ അറിയാത്ത ഒരാളാണ്, അറിയാത്ത നാടാണ്, അതിനെക്കുറിച്ച് അലേർട്ടായിരിക്കണം. പ്രത്യേകിച്ച് സ്ത്രീകൾ, പുരുഷന്മാരെ പോലെ. ഇപ്പം നിമിഷപ്രിയ ജോലി ചെയ്ത സ്ഥാപനത്തിലെ മുതലാളിയോ സഹപ്രവർത്തകരോ ആരെങ്കിലുമാണ് അങ്ങനെ പെരുമാറിയെങ്കിൽ നമുക്കത് അതിൻ്റെ ഒരു ന്യായം മനസ്സിലാക്കാം. സ്ത്രീകൾ പോയി, അപ്പോൾ അങ്ങനെ ഒരു പെരുമാറ്റം ഉണ്ടായി, അവൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിവർ സ്വന്തമായി സ്ഥാപനം തുടങ്ങിയതാണ്, അതിൻ്റെ പാർട്ട്ണറായിട്ട് നിൽക്കുന്ന ആളാണ്. അപ്പോൾ ഒന്നും അറിയാതെ ഒരാളിനെ ആക്കാമോ? അല്ല, ഒന്നും അറിയാതെ ഒരാളെ പാർട്ണറാക്കാമോ എന്നുള്ള ചോദ്യത്തിന് ഇപ്പൊ സ്വന്തം നാട്ടിലാണെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു, നമുക്ക് ഭാഷ അറിയാം. ഇപ്പം നിമിഷപ്രിയയുടെ കേസിൽ തന്നെ അതിന്റെ കുറ്റപത്രം തയ്യാറാക്കുകയുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സിൽ നിമിഷപ്രിയയ്ക്ക് അത് വായിച്ച് മനസ്സിലാക്കാൻ കഴിയില്ലായിരുന്നു, അവരുടെ ലാംഗ്വേജ്. അപ്പൊ അത് കാരണം ഒപ്പിട്ട് കൊടുത്തു. കുറ്റസമ്മതം നടത്തുന്ന രീതിയിലായിരുന്നു അതിന്റെ ഡോക്യുമെന്റ്സ് എല്ലാം തയ്യാറാക്കിയത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോലും ഭാഷ പോലും നമുക്ക് കൈവശമല്ല അവിടെ. അങ്ങനെ ഒരു സ്ഥലത്ത് അത്രയും സൂക്ഷിക്കണമായിരുന്നു. പക്ഷെ നമുക്കൊരാളെ ചുഴിഞ്ഞു നോക്കി അയാളെ മനസ്സിലാക്കാൻ കഴിയില്ലല്ലോ. ഒരു പക്ഷേ അയാൾ ഈ പറയുന്നത് പോലെ ഈ സ്ഥാപനത്തിൻ്റെ പാർട്ണറായിട്ട് വരുന്നു, ഇവരോടൊപ്പം മര്യാദയ്ക്ക് നിൽക്കുന്നു, നല്ല പെരുമാറ്റത്തിലാണ് നിൽക്കുന്നത്. പിന്നീടൊരു സാഹചര്യത്തിൽ ഈ പറയുന്ന നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട് വളരെ ക്രൂരമായ പീഡനത്തിലേക്ക് പോയതാണോ എന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം 2 വേർഷനുകൾ നമ്മൾ കേൾക്കേണ്ടിയിരിക്കുന്നു. അതിലൊക്കെ അപ്പുറത്തേക്ക് തലാലിൻ്റെ കുടുംബം മാപ്പ് നൽകുമോ, അല്ലെങ്കിൽ അവർ ധനം ആവശ്യപ്പെട്ടൊന്നും ഇല്ലെന്നും ധനം ആവശ്യപ്പെട്ടാലും മാപ്പ് നൽകില്ലെന്നും ഒക്കെ വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. പക്ഷേ കേരളത്തിൽ അതിൻ്റെ പുറത്തൊരു ഹിന്ദു മുസ്ലിം പൊളിറ്റിക്സ് കൊണ്ട് നടക്കുന്ന കുറേ ആളുകളെ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വിഭാഗങ്ങളോട് ഒന്നും മാത്രമേ പറയാനുള്ളൂ, നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലെങ്കിൽ അത് വേറെ എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതല്ലാതെ ഇതിലും ഇങ്ങനെ. ഞാൻ പറയട്ടെ, എന്റെ അഭിപ്രായമല്ല നിമിഷപ്രിയ രക്ഷപ്പെടുത്തരുതെന്നോ അവരുടെ വധശിക്ഷ ഒഴിവാക്കണമെന്നോ എന്നും എനിക്ക് നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങൾ മാത്രമല്ലല്ലോ പറയുന്നത്. ഇപ്പോൾ ചർച്ചയ്ക്കിരിക്കും നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും പറയേണ്ടി വരും. അത് നമ്മുടെ അഭിപ്രായം മാത്രം പറയാനുള്ള സ്പേസ് ആയിട്ട് നമ്മൾ ഇതിനെ കാണുന്നില്ല. അങ്ങനെ ഒരു എഡിറ്റേഴ്സ് ചോയ്സ് ഉള്ള സ്പേസ് അല്ലല്ലോ ഇത്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ആളുകൾക്ക് മനസ്സിലാവുന്ന തന്നെയാണ്. എന്തായാലും എന്ത് സംഭവിക്കുന്നു കാത്തിരുന്ന് കാണാം.